once again welcome back to my YouTube channel. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തംബ്നെയിലിൽ കണ്ട പോലെ UTIനെ പറ്റിയിട്ടാണ്. അപ്പോ ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ടൊരു ചെറിയ പ്രത്യേകതയുണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ഒരു സജഷൻ മാനിച്ചാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ എന്നെ തന്നെ നിങ്ങളെ മുന്നിലൊന്ന് പരിചയപ്പെടുത്തട്ടെ. മൈ നെയിം ഇസ് ലക്ഷ്മി ആർ പ്രതാപ് ആൻഡ് ഐ എം എ ഫൈനൽ ഇയർ MBBS സ്റ്റുഡന്റ്. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോയാലോ? ഓക്കെ, വാട്ട് ഈസ് UTI? UTI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്നാണ് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷുകാര്. ഈ UTIക്ക് ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളും ഈ UTIയിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ തന്നെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു UTI ആണ്. അതിന് ശരിക്കും ഒരു അസുഖം എന്ന് പറയാൻ പറ്റില്ല, കാരണം അതൊരു അവസ്ഥയാണ്. അങ്ങനെയൊക്കെ വരുമ്പോ ചിലവരൊക്കെ ഹോം റെമഡീസ് ഒക്കെ എടുത്ത് വീട്ടിൽ തന്നെ ചികിത്സിക്കാനായിട്ടൊക്കെ നോക്കുന്നവരുണ്ട്. അവരോട് ഞാനൊന്ന് പറയട്ടെ, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചികിത്സിച്ചു കഴിഞ്ഞാൽ അവസാനം അത് നമ്മൾ വെളുക്കാൻ തേച്ചത് പാണ്ടാവും എന്ന് പറഞ്ഞ പോലെയാവും. അതായത് കറക്റ്റ് ആയിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യാട്ടോ. അപ്പൊ UTI ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിക്കാം? അതാണ് ഞാനിപ്പോ ആദ്യം പറയാൻ പോകുന്നത്. ഇതാ കേട്ടോ, ഒന്ന് എരിച്ചില്, ബേണിംഗ് മിക്ചറേഷൻ എന്നാണ് നമ്മൾ ഇതിൽ പറയാ, മെഡിക്കൽ ടേംസിലൊക്കെ പറയാ. അതിലും വലിയ കടിച്ചപ്പെട്ടാത്ത വാക്കൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനാണ് ഇഷ്ടപ്പെടുന്നത്. സോ ബേണിംഗ് മിക്ചറേഷൻ, അതായത് മൂത്രം ഒഴിക്കുന്ന സമയത്ത് അവിടെ ഒരു എരിച്ചിൽ ഫീൽ ചെയ്യുക. പിന്നെ അടുത്തത് ഇൻക്രീസ് ഫ്രീക്വൻസി ഓഫ് യൂറിനേഷൻ, അതായത് എപ്പോഴെപ്പോഴും മൂത്രമൊഴിക്കാനായിട്ട് മൂത്രമൊഴിക്കാൻ പോവുക. നിങ്ങള് ഒരു ദിവസം ഒരു 4-5 തവണ മൂത്രമൊഴിക്കുന്ന നിങ്ങള് അതൊരു 8, 10, 12 തവണയായി മാറും. പിന്നെ നമ്മുടെ അടിവയറിന്റെ അവിടെയായിട്ടൊരു ഡിസ്കംഫർട്ട്, സുപ്രാപെബിക് ഡിസ്കംഫർട്ട് നമ്മൾ ടേംസിലൊക്കെ പറയും. അല്ലെങ്കിൽ അടിവയറിന്റെ അവിടെ ഒരു ഡിസ്കംഫർട്ട്, അല്ലെങ്കിൽ അടിവയറ്റിന്റെ അവിടെ ഒരു വേദന, അതൊക്കെ അനുഭവപ്പെടും. അപ്പോ ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും അതിന്റെ ഒപ്പം തന്നെ ഈ യൂറിനില് ഒരു ഭയങ്കര ഒരു സ്മെല്ല്, ഫൗൾ സ്മെൽ ഇൻ യൂറിൻ, അതുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച UTI ആണ്. അപ്പൊ തന്നെ ഡോക്ടറെ അടുത്തോട്ട് വിട്ടോ. ഒരു യൂറിൻ കൾച്ചർ എടുത്ത് മരുന്നെടുത്താൽ UTI എല്ലാം കഴിഞ്ഞു, നമുക്കെല്ലാം റെഡി ആയിട്ട് വരാം. അല്ലെങ്കിലുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇത് നമ്മളുടെ കിഡ്നിയിലോട്ട് വരെ ബാധിക്കും. അപ്പോ ഞാൻ എന്താ ഇവിടെ നമ്മളുടെ കിഡ്നിയുടെ ഒരു ഫോട്ടോ വെക്കുകയാണ്. ഇത് കണ്ടോ, യൂറിത്ര, മറ്റേ നമ്മുടെ യൂറിനറി ബ്ലാഡർ. അപ്പൊ ഈ ഇൻഫെക്ഷൻ എന്ത് ചെയ്യും? ഇത് യൂറിനറി ബ്ലാഡറിലോട്ട് കയറും. നമ്മുടെ ഇത് ഈ ഒരു വള്ളി പോലെ കിടക്കുന്നുണ്ടോ, അത് നമ്മുടെ യൂറിറ്റർ ആണ്. ആ യൂറിറ്ററിൽ നിന്ന് കിഡ്നിയിലോട്ട് കയറും. അങ്ങനെ കിഡ്നിക്ക് വരെ പ്രശ്നം വരാനുള്ള ചാൻസ് ഉള്ള സാധനമാണ് ഈ UTI എന്ന് പറയുന്നത്. അപ്പൊ അപാരമില്ലല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ഹോം റെമഡീസ് ഒന്നും നോക്കരുത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഡോക്ടറെ അടുത്ത് പോവുക, മരുന്നെടുക്കുക. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെയാണ്. അതായത് UTI നിങ്ങൾക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറയുന്നത്. അതിനു മുന്നേ നിങ്ങളുടെ എല്ലാവരും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ട് ഞാനിപ്പോ തീർത്തു തരാം. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആണുങ്ങൾക്ക് ഈ UTI ഒന്നും വരുന്നില്ലല്ലോ, പക്ഷെ കുറവാണ്. വന്നു കഴിഞ്ഞാലും വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ വരുന്നുള്ളൂ. ഈ പെണ്ണുങ്ങൾക്കാണല്ലോ എപ്പോഴും UTI വരുന്നേ. തോന്നലുണ്ടാവുമല്ലോ കുറച്ചു പേർക്കെങ്കിലും. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഡയഗ്രാംസ് വെക്കുന്നുണ്ട്. ഈ ഡയഗ്രാം ഒന്ന് ആണിന്റേതും ഒന്ന് പെണ്ണിന്റേതുമാണ്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇതിൽ കണ്ടോ, ഇതാണ് യൂറിത്ര. ഈ യൂറിത്ര ആണുങ്ങളുടെ വലുതും പെണ്ണുങ്ങളുടെ ചെറുതും കണ്ടോ. അപ്പൊ പെണ്ണുങ്ങളെ ചെറിയ യൂറിത്ര ആയതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അസുഖം പെണ്ണുങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത്. ഏനൽ ഓറിഫൈസ് അല്ലെങ്കിൽ മലദ്വാരത്തിന്റെ അടുത്ത് കിടക്കുന്നത് സ്ത്രീകളുടെ യൂറിത്രയാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് പെണ്ണുങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. അടുത്തത്, നമുക്ക് ഈ UTI എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെ കൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും ഹൈജീൻ ഇല്ലായ്മയാണ് ഈ UTI വരുന്നത്. പിന്നെ ഒരുപാട് കാരണങ്ങളുണ്ട്. സ്പെർമിസൈഡ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ എനിക്ക് കോമൺ ആയിട്ടുള്ള ഒരു കാരണമാണ് എനിക്കിപ്പോ പറയാൻ പറ്റുന്നത്. എന്താണ്? ഹൈജീൻ ഇല്ലായ്മ. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് മെൻസ്ട്രുവൽ ഹൈജീന്റെ വീഡിയോയിലാണെന്ന് തോന്നുന്നു. ആണ് അതില
എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മൂത്രം ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വൈപ്പ് ചെയ്യുന്നത് ബാക്ക് ടു ഫ്രണ്ട് വൈപ്പ് ചെയ്യരുതെന്ന്. അതായത് ബാക്കിൽ എന്താ ഉള്ളത്, നമ്മുടെ ഏനൽ ഓറിഫൈസ് അല്ലെങ്കിൽ മലദ്വാരം, ഫ്രണ്ടിൽ എന്താ ഉള്ളത്, നമ്മുടെ യുറീത്ര. അപ്പൊ ബാക്ക് ടു ഫ്രണ്ട് വൈപ്പ് ചെയ്യുമ്പോ അവിടെ ഉണ്ടാവുന്ന ബാക്ടീരിയാസ് മുഴുവനും നമ്മുടെ യുറീത്രയിൽ വന്നിട്ട് അവിടെ അക്യുമുലേറ്റ് ആയി യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരും. മനസ്സിലായോ? അതുകൊണ്ടാണ് എപ്പോഴും സ്ട്രെസ് ചെയ്ത് പറയുന്നത്. പക്ഷെ എന്നാലും സ്ത്രീകളിൽ ഉള്ള ഒരു എന്താ പറയുന്നത്, ഒരു ടെൻഡൻസിയാണ് ബാക്ക് ടു ഫ്രണ്ട് വൈപ്പ് ചെയ്യല്. ശരിക്കും വൈപ്പ് ചെയ്യേണ്ടത് ഫ്രണ്ട് ടു ബാക്ക് ആണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വെള്ളം കുടിക്കാതിരിക്കുക. കുറച്ച് മാത്രം വെള്ളം കുടിക്കുക. അങ്ങനെ ഒന്നും പാടില്ല. നന്നായിട്ട് വെള്ളം കുടിക്കണം. ഈ 2 കാരണങ്ങളും മെയിൻ ആയിട്ടുണ്ട്. 3 കാരണങ്ങൾ. ഒന്ന് ഹൈജീന്. ഈ ഹൈജീന്റെ ഭാഗമായിട്ടാണ് വരുന്നത് ഈ വൈപ്പിങ്ങിന്റെ കാര്യം. പിന്നെ മൂന്നാമത്തത് എന്താണ്, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇത് 3 ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ UTI ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതിനു മുന്നേ നിങ്ങൾ എല്ലാവരും ഇപ്പൊ വിചാരിച്ചിട്ടുണ്ടാവും എന്ത് ആണ് ഈ UTI ഉണ്ടാക്കുന്നതെന്ന്. ഈ UTI ഉണ്ടാക്കുന്ന പ്രധാന കാരണക്കാരൻ ശരിക്കും പറഞ്ഞാൽ എസ്രീഷ്യ കോളൈ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ്. ഞാൻ കൂടുതൽ നിങ്ങളുടെ അടുത്ത് മെഡിക്കൽ ടേംസ് ഇട്ട് കുഴപ്പിക്കുന്നില്ല. ഇത്രയാണ് എനിക്ക് UTIനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, എനിക്ക് അറിയുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം. അപ്പോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ കാണുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.